അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ, നമ്മളത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഞാനത് ഏറ്റവും സമയം കുറച്ച് ചുരുക്കി നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് അങ്ങ് പോയേക്കാം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിനകത്തോട്ട് നമുക്കിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചേക്കാം. നമ്മളവിടെ പിഴിഞ്ഞതായി ഇതിനകത്തോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടാണോ നമുക്ക്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് ഈ അരിപ്പിനകത്തോട്ട് ഇട്ട് വെച്ചേക്കാം കുറച്ച് നേരം. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ അങ്ങ് തോർന്ന് പോയിക്കോളും. അടുത്ത് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിലോട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് അതിട്ട് കൊടുക്കും. ഇനി അടുത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തിടുന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അരക്കവല 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം നമ്മളതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തണുക്കാൻ മാറ്റണം. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പൊ ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഇതൊരു ഉരുള പിടിച്ചെടുക്കണം. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഏത് ഷേപ്പ് വേണേലും ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോ ഒരു ഇതേ കണക്ക് ഒരു ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. ഇങ്ങനെ ആക്കി നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ഒരു ഷേപ്പ് പോലെ എല്ലാം എടുത്തു വെച്ച് ഇനി നമ്മളൊരു ഇഡലിക്കുട്ടം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വട്ടയില വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്നായിട്ട് പറക്കി വെക്കാം. ഒന്ന് ആവിൽ നമുക്കൊന്ന് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. എല്ലാം നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇത്രേ ഉള്ളൂ. അടിപൊളിയായി. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ കൂട്ടുകാരേതാ ഇത് കണ്ടോ, നമ്മളപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാളയംകോട പഴമാണ്. ഇത് തന്നെയാണ് അടിപൊളി. ഇത് ഞെവിടി നമ്മൾ പുട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഞെവിടി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു